ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള പള്ളിയിൽ എന്താണ് ഉത്സവമാണ്. ഇന്ന് 9ാമത്തെ ഉത്സവമാണെന്നാണ് തോന്നുന്നത്. നാളെ അതായത് സാറ്റർഡേ ആണ് ഞങ്ങൾ പോയത്. സൺഡേ അവിടെ തീരും. അപ്പോൾ ഇന്ന് ലൈറ്റൊക്കെ കാണാൻ പോകുന്ന കരുതി ഞങ്ങൾ പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുന്നു. കുഞ്ഞിനെ ലൈറ്റ് കാണിക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോയത്. ഇതാണ് ഞങ്ങൾ പള്ളിയിലെത്തി. ഇതാണ് എൻട്രൻസ്. ഞങ്ങൾ 1 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് തിരിച്ച് വന്നത്. കാർ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല. എന്നുവെച്ചാൽ റോഡ് ഫുള്ളും ഉത്സവമായിട്ട് ഫുൾ കടകളും ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. ഞങ്ങൾ പോയിട്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് അപ്പുറത്തോട്ട് കാർ മാറ്റിയിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ അടിപൊളിയായിരുന്നു. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സമയം നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാം. അവിടെ എന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അകത്തുനിന്ന് എന്തോ ചപ്രം അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതെന്താണെന്ന് അറിയില്ല. ആ സംഭവം ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തിരക്കാണെന്ന് തോന്നുന്നു അവിടെ കാണുന്നത്. അത് പള്ളിക്കകത്തുനിന്ന് ഇറങ്ങി പുറത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തു നിന്ന് ഇറങ്ങി പുറത്തൊരു ഷോപ്പുണ്ട്. അതായത് ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. ഇതാണ് അതിനകത്ത് ചെറിയ സ്റ്റാച്യൂസ്, യേശുവിൻ്റെയും മാതാവിൻ്റെയും സ്റ്റാച്യൂസ്, ഫ്ലവർ വേസ്, മാലകൾ, ബുക്ക്, ജപമാല, അങ്ങനത്തെ ക്യാൻഡിൽസ്, ഡയറി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. കൊള്ളായിരുന്നു. ചെറിയൊരു ഷോപ്പാണ്. അങ്ങനെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ റോഡ് സൈഡിൽ കുറേ കടകളുണ്ട്. അതിലൊരു കടയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അടുത്ത് ഇതും റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള കുറേ കടകളിൽ ഒന്നാണിത്. ലൈറ്റ്, നല്ല കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, ബോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ മറ്റേ കടല അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഐസ്ക്രീം കുടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതും റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടി പോകാൻ നല്ല പാടുപെട്ടാണ് പോകുന്നത്. സൈഡിൽ നോക്കിയാൽ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ റോഡിൽ ചെറിയ റോഡായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടിക്കൊക്കെ പോകാൻ ഭയങ്കര ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ്. ചർച്ചിനടുത്തുള്ള 1 കിലോമീറ്റർ ഉള്ളിൽ തന്നെയുള്ള കടകളിലൊക്കെ ഇതുപോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെയൊക്കെ. അങ്ങനെ അത് നേരത്തെ പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങിയ ആ ചാപ്റ്റർ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ മറ്റേ നമ്മുടെ പൂജയ്ക്കൊക്കെ വയ്ക്കും പോലെ അങ്ങനെ എന്തോ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ അടുത്ത ഒരു സെൻറ്റ് സെബാസ്റ്റ്യൻ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ ലൈറ്റ് കാണാനാണ് പോയത്. എന്തായാലും അടിപൊളിയായിരുന്നു.